ഞാൻ ഓടി വന്നോണ്ടിരിക്കുക ചേട്ടനോട് ഞാൻ വന്നു. ചേട്ടൻ വന്നിട്ടുണ്ട്. എല്ലാരും മൈക്കൊക്കെ മ്യൂട്ട് ചെയ്തിരിക്കുവോ? ചേട്ടൻ വന്നു കേട്ടോ. സിയയുടെ കണ്ണാടി ഭയങ്കര നല്ല കണ്ണാടിയാണല്ലോ. ഇത് എവിടുന്ന് മേടിച്ച സിയെ? ആണോ? ആ പല്ലെന്തിയെ? നടക്കത്തെ പല്ലെന്തിയെ? രണ്ടു പല്ലില്ലേ? പല്ല് പോയോ? ഞാനൊരു കഥ പറയാൻ വന്ന കേട്ടോ. ഒരു സൂപ്പർ കഥയാണ്. നിങ്ങൾ ആന്റോടെ കഥ കേട്ടിട്ടുണ്ടോ? ആന്റോ ഇല്ലേ? കേട്ടിട്ടില്ലേ? അൺമ്യൂട്ട് ചെയ്തോ സ്നേഹ? കേട്ടിട്ടില്ലേ? എല്ലാരും അൺമ്യൂട്ട് ചെയ്തോ? കേട്ടിട്ടില്ലേ? അയ്യോ, ഞാൻ ആന്റോടെ കഥ പറയാവേ. സൂപ്പർ കഥയാണ്. സ്നേഹ അൺമ്യൂട്ട് ചെയ്തോ സ്നേഹ? എല്ലാരും എനിക്ക് നിങ്ങൾ ഞാൻ ചോദിക്കുന്ന ഉത്തരം പറയണം കേട്ടോ. ഞാൻ ആരുടെ കഥയാ പറയാൻ പോകുന്നേ? ജോഷോ പറഞ്ഞു ഐ നെവർ ഹേർഡ് ദ സ്റ്റോറിയാ. ഓക്കെ, സ്റ്റോറി പറയാൻ പോവാണ്. ഇവ ട്രീസ നമുക്ക് കഥ കേൾക്കാം. ഇവ ട്രീസാണ് ഈ രണ്ട് സൈഡിലെ പല്ല് കാണുന്നില്ലല്ലോ. ആ പല്ലെന്തിയെ? പല്ല് പോയോ? ഞാൻ കഥ പറയാം. പണ്ടൊരു ദിവസം ഉണ്ടല്ലോ, ഈ കഥ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. പണ്ടൊരു ദിവസം ആന്റോ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ടായിരുന്നു. ആന്റോ എന്ന് പറഞ്ഞ എബ്രാഹത്തെ പോലൊരു പയ്യനാണേ. എബ്രാഹം കണ്ടോ? അവിടെ ഇരിക്കുന്ന എബ്രാഹത്തെ കണ്ടോ? നമ്മുടെ എബ്രാഹത്തെ കണ്ടോ? ഇവിടെ ഇരിക്കുന്ന എബ്രാഹത്തെ കണ്ടില്ല? എബ്രാഹം കൈ നോക്കി. ഇമ്മാന് മീറ്റു. എബ്രാഹത്തെ പോലെ പയ്യനായിരുന്നേ. ഈ ആന്റോയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. ആന്റോയ്ക്കുണ്ടല്ലോ, ഈ രാത്രി പുറത്തോട്ടിറങ്ങാൻ ഭയങ്കര പേടിയായിരുന്നു. ഇവിടെ രാത്രി പുറത്തോട്ടിറങ്ങാൻ പേടിയുള്ള ആരെങ്കിലും ഉണ്ടോ? അടോണെ പേടിയുണ്ടോ? രാത്രി പുറത്തോട്ടിറങ്ങാൻ ഉണ്ടോ? പേടിയുള്ളവരൊക്കെ ഉണ്ടോ? ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പേടിയുള്ളവരുണ്ടോ? അടോണ് പേടിയാണ്. അടോൺ എന്നാ പേടിയുള്ളേ? ഭയങ്കര പേടിയായിരുന്നു. അപ്പൊ ആന്റോയ്ക്ക് ഇങ്ങനെ പേടിയായ സമയത്തുണ്ടല്ലോ, ആന്റോ ഇങ്ങനെ കരയുക. എനിക്ക് പുറത്തോട്ടിറങ്ങാൻ പേടിയാണല്ലോ, ഞാൻ എന്നെ ചെയ്യും, എനിക്ക് പുറത്തോട്ടിറങ്ങാൻ പേടിയാണെന്ന് കരയുവാണ്. അപ്പൊ ആന്റോയ്ക്ക് ഇങ്ങനെ ഇരുട്ട് കാണുമ്പോ പേടി. ഇരുട്ട് കാണുമ്പോഴേക്ക് ആന്റോക്ക് പേടി വരും. അപ്പൊ ആന്റോയ്ക്ക് പേടി വന്നിട്ട് ഇരുട്ട് കാണുമ്പോ പേടി. ആന്റോയ്ക്ക് പരീക്ഷ എഴുതാൻ പോകുമ്പോണ്ടല്ലോ, ഭയങ്കര പേടിയാ. ഈ പരീക്ഷയ്ക്ക് ഞാൻ തോറ്റുപോകുമോ? അയ്യോ മമ്മി പരീക്ഷയ്ക്ക് തോറ്റുപോകുന്ന ഞാൻ പേടിച്ച് കരയേ. അപ്പോഴേക്കും എങ്ങനെ ആന്റോ കിടന്ന് ഓരോ കാര്യങ്ങൾക്ക് പേടിക്കുക. അപ്പം നമ്മുടെ എബ്രാഹിം ഇരിക്കുന്നുണ്ടോ? ഭയങ്കര ധൈര്യമായിട്ടിരിക്കുന്നുണ്ടോ? പക്ഷെ ആന്റോ അങ്ങനെയല്ല. ആന്റോ പക്ഷെ ഇങ്ങനെ ഭയങ്കര പേടിച്ച് ഇങ്ങനെ ഇരിക്കുക. ഇങ്ങനെ ഓരോ ക്ലാസ്സിൽ ഓരോ പരീക്ഷയൊക്കെ വരുന്ന സമയത്ത് ആന്റോയ്ക്ക് ഭയങ്കര പേടി വരും. അപ്പൊ ആന്റോയ്ക്ക് ഇങ്ങനെ പരീക്ഷയെ ഫേസ് ചെയ്യാൻ ഭയങ്കര പേടിയാ. അയ്യോ, നാളത്തെ പരീക്ഷയ്ക്ക് ഞാൻ പൊട്ടിപ്പോവോ എന്ന് അമ്മയോട് ചോദിക്കുവേ. അപ്പൊ അമ്മ പറയും, എടാ പൊട്ടിപ്പോയില്ല ആന്റോ, നീ ജയിക്കും. പക്ഷെ ആന്റോ പറയും, എനിക്ക് പേടിയാ, ഈ പരീക്ഷയ്ക്ക് പൊട്ടിപ്പോവാൻ എനിക്ക് പേടിയാ എന്ന് പറഞ്ഞ് കരയുവേ. അപ്പോഴേക്കും ഒരു ദിവസം അമ്മ ആന്റോയോട് പറഞ്ഞു, ആന്റോ ഒരു കാര്യം ചെയ്യും, നമ്മുടെ നാട്ടില് ഒരച്ഛൻ വന്നിട്ടുണ്ട്, ആ അച്ഛനെ പോയി കാണാൻ പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, നമുക്ക് അച്ഛൻ്റെ അടുത്ത് പോകാന്ന് പറഞ്ഞു. അച്ഛന്റെ പേരാണ് ഫാദർ മൈക്ക്. അച്ഛന്റെ പേരെന്നാ? ഫാദർ മൈക്കിളില്ല, മൈക്ക്. അപ്പൊ മൈക്ക് ഫാദറിന്റെ അടുത്തോട്ട് ആന്റോയുടെ അമ്മ, മൈക്ക് ഫാദർ, മൈക്കില്ലേ, ഈ മൈക്കിന്റെ പേരാണ്. അപ്പോഴേക്കും പറഞ്ഞു, മൈക്ക് ഫാദറിന്റെ അടുത്തോട്ട് ആന്റോയുടെ അമ്മ ആന്റോയും കൂട്ടി പോവാ. അപ്പൊ ആന്റോയുടെ അമ്മ ആന്റോ എങ്ങനെ മൈക്കച്ചന്റെ അടുത്ത് എന്നിട്ട് മൈക്കച്ചനോട് പറഞ്ഞു, മൈക്കച്ച എനിക്ക് പുറത്തോട്ടിറങ്ങാൻ ഭയങ്കര പേടിയാച്ചാ, എനിക്ക് ഭയങ്കര പേടിയാന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു, ആന്റോയ്ക്ക് പേടിയാണോ? ആന്റോ പറഞ്ഞു, എനിക്ക് ഭയങ്കര പേടിയാ, എനിക്ക് ഇങ്ങനെ ഇരുട്ട് കാണുമ്പോൾ പേടിയാ, എനിക്ക് പരീക്ഷ എഴുതുമ്പോൾ പേടിയാ, എനിക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പേടിയാന്ന് പറഞ്ഞു. അപ്പോഴേക്കും മൈക്കച്ചൻ പറഞ്ഞു, ഓക്കെ ആന്റോ, ഞാനൊരു കാര്യം പറയാം. ആന്റോയ്ക്ക് ഞാനൊരു സാധനം തരാം,
ആൻഡോ ഈ സാധനം ഇങ്ങനെ ആൻഡോ ഒരു സാധനം ഒരു പേപ്പർ ഞാൻ സാധനം എടുത്തരാന്ന് പറഞ്ഞു. ഈ സാധനം ഇങ്ങനെ ആൻഡോ ഇങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് ആൻഡോയ്ക്ക് ഇങ്ങനെ ഈ സാധനം ഇങ്ങനെ അച്ഛനൊരു പേപ്പർ എഴുതി കൊടുക്കുക. എഴുതി കൊടുത്തിട്ട് ആൻഡോടെ കൊടുത്തു. ആൻഡോ പറഞ്ഞു, ആൻഡോ മോനെ ഇത് കൊണ്ടുപോകണം, ആൻഡോ ഇത് കൊണ്ടുപോയിട്ട് ആൻഡോ ഇത് വായിക്കണം, ഇതിങ്ങനെ വായിക്കണം, ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വായിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും എന്നെ വെച്ചാ ഇത് ഈ ഷാനി പേപ്പറിന് തന്നെ ഉള്ളേ. അന്നേരത്തേനും അച്ഛൻ പറഞ്ഞു, ഇതിന്റെ അകത്ത് വചനമുണ്ടെന്ന് പറഞ്ഞു. വചനമാണ് തരുന്നേ, മോൻ കൊണ്ട് വായിക്കണം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആൻഡോ ഇങ്ങനെ പേപ്പർ എടുത്തോണ്ട് പോയിട്ട് പേപ്പർ എഴുതിയേക്കുന്ന വചനമാണേ. നമ്മളിങ്ങനെ ഓരോ വചനം പഠിക്കത്തില്ലേ, അതുപോലെ ഒരു വചനം കൊടുത്തിട്ടുണ്ട്. ആ വചനം ഇതാണ്, യെശയ്യാ 41:10, ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട്. വചനം ഏതാ? ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട നിന്നോട് കൂടെയുണ്ട്. അപ്പൊ അവനിങ്ങനെ ഈ ആൻഡോ ഉണ്ടല്ലോ, ആൻഡോ എന്നിട്ട് ഈ വചനം കൊണ്ടോട്ട് ഇങ്ങനെ വായിക്കാൻ തുടങ്ങിയേ. ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ വായിക്കാൻ തുടങ്ങിയേ. ഇങ്ങനെ വായിച്ച് ഇങ്ങനെ ആദ്യം ഇങ്ങനെ പേടിച്ചിട്ടാ വായിക്കാൻ തുടങ്ങുന്നത്. ഇങ്ങനെ പേടിച്ചിട്ടാ വായിക്കുന്നത്. ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭയപ്പെടേണ്ടോ ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭയപ്പെടേണ്ടോ ഞാൻ നിന്നോട് കൂടെ. ഇങ്ങനെ വായിക്കും തോറും ഉണ്ടല്ലോ, ഇങ്ങനെ വായിക്കും തോറും ആന്റോയുടെ മുഖത്തോട്ട് ഇങ്ങനെ ഭയങ്കര പ്രകാശം വരാൻ തുടങ്ങി. ഇങ്ങനെ പ്രകാശം ഇപ്പൊ ആന്റോ ഇങ്ങനെ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട്, ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആന്റോയുടെ ഉള്ളിലുള്ള പേടിയൊക്കെ ഭീഷണങ്ങ് പോയെ. അപ്പോഴേക്കും ആന്റോ സത്യമായിട്ട് ഇങ്ങനെ ഭയങ്കര ധൈര്യം വന്നു. അപ്പോഴേക്കും ആന്റോ ഇങ്ങനെ യെസ് എവിടെ രാത്രി എന്ന് പറഞ്ഞിട്ട് ആന്റോ ഇങ്ങനെ നടക്കുവാണേ. ആന്റോ നോക്കിയപ്പം അപ്പൊ നാളെ എക്സാം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും എക്സാം ഒക്കെ ഞാൻ സിമ്പിൾ ആയിട്ട് എക്സാം ഒന്നും എനിക്ക് പ്രശ്നമല്ല. എന്നിട്ട് ആന്റോ അടുത്ത ദിവസം പോയിട്ട് എക്സാം എഴുതുക. അപ്പൊ ഇവിടെ അഡോൺ ചിരിക്കുന്നുണ്ടല്ലോ, അഡോൺ ചിരിക്കുന്ന പോലെ ആന്റോ ചിരിക്കാൻ പറയും. എക്സാം ഒന്നും എനിക്കൊരു പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞു ആന്റോ പോയിട്ട് എക്സാം എഴുതി. ആന്റോ എക്സാം എഴുതിയിട്ട് ആന്റോ എക്സാം ജയിച്ചു. ആന്റോ സൂപ്പറായി. ആന്റോ എങ്ങനെ എക്സാം ജയിച്ചേ? ധൈര്യം എങ്ങനെയാ വന്നേ? ഈ വചനം ഇങ്ങനെ വായിച്ച് ആന്റോയ്ക്ക് ധൈര്യം വന്നു. നമ്മൾ ഈ വചനത്തിന്റെ അകത്ത് എന്തൊക്കെ നമ്മളിങ്ങനെ വചനത്തിന്റെ അകത്ത് എന്തൊക്കെ സാധനം ഉണ്ടെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഈ ആന്റോയുടെ വചനത്തിന്റെ അകത്തുണ്ടല്ലോ, നമ്മുടെ ബൈബിളിന്റെ അകത്തെ വചനത്തിന്റെ അകത്ത് കുറെ സാധനങ്ങളുണ്ട്. ഇത് ആര് പറഞ്ഞതാ വചനങ്ങള്? ആരാ വചനം പറഞ്ഞേ? ഈശോ പറഞ്ഞ വചനങ്ങളാണ് ബൈബിളിനകത്തുള്ളത്. അപ്പൊ നമ്മള് ഈ വചനം പറയുന്ന സമയത്ത് നമ്മൾ ആരായിട്ട് മാറുക ചെയ്യുന്നേ? നമ്മുടെ ഉള്ളിലോട്ട് ഇങ്ങനെ ഈശോ അങ്ങ് നിറയുക. നമ്മളിങ്ങനെ വചനം എന്ന് പറഞ്ഞ ആരാന്നറിയോ? വചനം എന്ന് പറഞ്ഞ ഈശോയാ. നമ്മള് വചനം ഇങ്ങനെ പറയുമ്പം ഈശോ നമ്മുടെ ഉള്ളിൽ കയറും. ഈശോയെ ഒരു ദിവസം ഉണ്ടല്ലോ, അൽഫോൻസ എന്ന് പറഞ്ഞൊരു കൊച്ചുണ്ടായിരുന്നു. എന്റെ അടുത്തുള്ള കൊച്ചാണേ. അൽഫോൻസ എന്ന് പറഞ്ഞ കൊച്ചിന് ഇങ്ങനെ ഭയങ്കര ടെൻഷനാ. അൽഫോൻസ എന്ന് പറഞ്ഞ കൊച്ചിങ്ങനെ എല്ലാ ദിവസവും അൽഫോൻസ കിടന്ന് കരയും. നമ്മളെ പലരും കരയുന്ന പോലെ അൽഫോൻസ കരയുന്നത് എങ്ങനെയാ? അയ്യോ എന്നെ സ്നേഹിക്കാൻ ആരുമില്ലേ, എന്റെ പപ്പായ്ക്ക് എന്നോട് ഭയങ്കര ദേഷ്യ, എന്റെ മമ്മിക്ക് എന്നെ ഇഷ്ടമില്ല, പപ്പായ്ക്ക് എന്നെ ഇഷ്ടമില്ല, എന്റെ കൂട്ടുകാർക്ക് എന്നെ ഇഷ്ടമില്ല, എന്നെ ആർക്കും ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ കരയുമായിരുന്നേ അൽഫോൻസ വന്ന് കരയും, എന്നെ ആർക്കും ഇഷ്ടമില്ല. പിന്നെ അപ്പൊ കൂട്ടുകാരപ്പ അൽഫോൻസോട് പറയും, അൽഫോൻസോ നിന്നെ കാണാൻ കൊള്ളത്തില്ലെന്ന് പറയും. അപ്പോഴേക്കും അൽഫോൻസയ്ക്ക് പിന്നെ വിഷമവും. അപ്പൊ അൽഫോൻസ പിന്നെ കിടന്ന് കരയും, അയ്യോ എന്നെ കാണാൻ കൊള്ളത്തില്ലെന്നാ കൂട്ടുകാർ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അൽഫോൻസ കരയോ. അപ്പൊ അൽഫോൻസ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ആര് കണ്ടു? ആന്റോ കണ്ടു. ആരാ കണ്ടേ? ആന്റോ. ഈശോയും കണ്ടു. ഈശോയുടെ കൂട്ടത്തിൽ ആര് കണ്ടു? ആന്റോ കണ്ടു. നേരത്തെ ആന്റോ കണ്ടു. ധൈര്യവാൻ ആന്റോ വന്ന് അൽഫോൻസയോട് പറഞ്ഞു, അൽഫോൻസേ എന്തിനാ കരയുന്നേ? അൽഫോൻസ് പറഞ്ഞു, എന്നെ ആർക്കും ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. അന്നേരത്തേനുണ്ടല്ലോ ആന്റോ പറഞ്ഞു, ഇഷ്ടമില്ലെന്നാണെങ്കിൽ ഞാനൊരു വചനം തരാന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പോഴേക്കും ആന്റോ കുറെ വചനം പഠിച്ചിരിക്കും ആന്റോ എന്നിട്ട് ഒരു വചനം അൽഫോൻസയ്ക്ക് പറഞ്ഞു കൊടുത്തു. ആന്റോയുടെ പ്രശ്നം എന്നാ? അൽഫോൻസിന് ആർക്കും ഇഷ്ടമില്ലെന്നുള്ളതാ.
അപ്പോഴേക്കും അൽഫോൻസയ്ക്ക് ആന്റെ ഒരു വചനം കൊടുത്തു. വചനം ഇതാണേ, നിങ്ങൾ വചനം കേട്ടിട്ടുണ്ടോ? യേശയ്യ 41:10 യേശയ്യ 41:10. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനിനും പ്രിയങ്കരനുമാണ്. ഒന്ന് പറഞ്ഞേ, നീ എനിക്ക് നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനിനും പ്രിയങ്കരനാണെന്നുള്ള വചനം പറഞ്ഞു കൊടുത്തു. ഇതിങ്ങനെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അൽഫോൻസോട് പറഞ്ഞു, അൽഫോൻസോ ഈ വചനം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞു. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനിനും പ്രിയങ്കരനുമാണെന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോഴേക്ക് അൽഫോൻസ് ഇരുന്നിട്ട്, അങ്ങനെ ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് സ്നേഹം എന്റെ വിഷമം മാറുമോ? അപ്പൊ ആന്റെ പറഞ്ഞു വിഷമം മാറും, റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞു. അന്നേരത്തേനും അൽഫോൻസ് റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനിനും പ്രിയങ്കരനുമാണ്. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനിനും പ്രിയങ്കരനുമാണ്. യേശയ്യ 41:10. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനിനും പ്രിയങ്കരനുമാണ്. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനിനും പ്രിയങ്കരനാണ്. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനിനും പ്രിയങ്കരനാണ്. അൽഫോൻസയ്ക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ അൽഫോൻസിന്റെ ഉള്ളിലോട്ട് ഇങ്ങനെ ശക്തി അങ്ങ് ഇറങ്ങുവാണേ. ശക്തി ഇറങ്ങിയോട് അൽഫോൻസയ്ക്ക് ഭയങ്കര ശക്തി. അപ്പൊ അൽഫോൻസോട് ആരാ പറഞ്ഞേ നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനിനും പ്രിയങ്കരൻ? ആരാ പറഞ്ഞേ? ഈശോ. ഈശോ ഇങ്ങനെ പറഞ്ഞു കൊടുത്തല്ലോ, നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനിനും പ്രിയങ്കരനുമാണെന്ന്. അപ്പോഴേക്കും ഉണ്ടല്ലോ അൽഫോൻസയുടെ ആ പേടി മാറിയേ, അങ്ങനെ ആ ഒരു ടെൻഷൻ മാറി. എനിക്ക് വിലയില്ല, എനിക്ക് എന്നോട് ആർക്കും ഇഷ്ടമില്ല, എന്നോട് ആർക്കും വിലയില്ല എന്നുള്ള അതങ്ങ് മാറിയേ. അപ്പൊ അൽഫോൻസയ്ക്ക് മനസ്സിലായി ഈശോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അൽഫോൻസോനെ. നമ്മളുണ്ടല്ലോ നമ്മുടെ ലൈഫിലേ ഇപ്പൊ അടോൺ ഇങ്ങനെ ഒരു പേടി ഇടുന്നു. അപ്പൊ അടോണ് പേടിയുണ്ടോ? 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 പേടിയുണ്ടെങ്കിൽ വചനെടുത്ത് പറയണം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ടെന്നുള്ള വചനം ഉണ്ടല്ലോ. ഇത് ഇങ്ങനെ പറയണം, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. ഇപ്പം അലീനയ്ക്ക് തോന്നുവാ എന്നോട് ആർക്കും ഇഷ്ടം, അമ്മയ്ക്ക് എന്നോട് ഇഷ്ടമില്ലെന്ന് തോന്നുവാണെങ്കിൽ അലീന ഇങ്ങനെ പറയണം, അലീന സജി ഇങ്ങനെ പറയണം, നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനിനും പ്രിയങ്കരനുമാണ്. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനിനും പ്രിയങ്കരനുമാണ്. അപ്പോഴേക്കും സിക്ക് തോന്നുവാ എനിക്കൊരു ശക്തിയില്ല, എന്നെ എല്ലാരും കളിയാക്കുക. അപ്പോഴേക്കും അടുത്ത വചനം സിയെ പറയണം, കർത്താവിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും. കർത്താവിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും. നമ്മളുണ്ടല്ലോ ഈ വചനത്തിന്റെ അകത്തുണ്ടല്ലോ, വചനത്തിന്റെ അകത്ത് ഈശോ കുറെ സാധനം വെച്ചിട്ടുണ്ട്. വചനത്തിന്റെ അകത്ത് ഈശോ വെച്ചേക്കുന്ന കുറച്ച് സാധനങ്ങൾ പറയണോ? എന്തൊക്കെയാണെന്നറിയോ? നമ്മളൊരു വചനം പറയുമ്പോണ്ടല്ലോ, നമ്മളൊരു വചനം പറയുമ്പം നമ്മുടെ അകത്തുള്ള കുറെ കുട്ടിപ്പിശാചുക്കളുണ്ടല്ലോ, നമ്മുടെ അകത്തെ ഉള്ള കുട്ടിപ്പിശാചുക്കളൊക്കെ അങ്ങ് പോകും. വചനത്തിന്റെ അകത്ത് നമ്മൾ വചനം പറയും, ഈശോ അല്ലേ ഉള്ളിലോട്ട് വരുന്നേ. ഈശോ ഉള്ളി വരുമ്പം പിശാചിന് ഇരിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മള് വചനം പഠിക്കുമ്പം പിശാചിന് നമ്മുടെ ഉള്ളിൽ ഇരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഉള്ളിലുള്ള പേടി പോകും, നമ്മുടെ ഉള്ളിലുള്ള വിഷയങ്ങൾ മാറും, വിഷമങ്ങൾ പോകും, ഇതെല്ലാം അങ്ങ് പോകും. നമ്മൾ വചനം അങ്ങ് പഠിക്കുമ്പോഴേക്ക് ഉള്ളിലുള്ള പിശാച് പോകും. പിന്നെ ഉള്ളിലുള്ള എന്താ പോകുന്നേ വചനം പഠിക്കുമ്പം? എന്താ പോകുന്നേ? അബ്രാം അറിയാനാ പോകുന്നത്. ആൽബിന് അറിയാം? ആൽബിനെ മോനെ, വചനം പഠിക്കുമ്പോണ്ടല്ലോ നമ്മുടെ ഉള്ളില് നമ്മളെ ദേഷ്യം പോവും, സങ്കടം പോവും, നമ്മുടെ ഉള്ളില് ഉള്ള അസുഖമൊക്കെ പോകും. അസുഖം ഉണ്ടല്ലോ, എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടല്ലോ, ഈ അസുഖം എല്ലാം പോകും. ഈ വചനം പഠിക്കുന്ന സമയത്ത് അസുഖം പോകും. നമ്മുടെ ഉള്ളിലുള്ള കുട്ടിപ്പിശാചുക്കൾ പോകും. നമ്മുടെ ഉള്ളിലൊരു ഭയങ്കര പ്രശ്നമാണെങ്കിലുണ്ടല്ലോ ഭയങ്കര പ്രകാശം കിട്ടും. ഉള്ളിൽ ഭയങ്കര പ്രകാശം കിട്ടും. ഉള്ളിലുള്ള ടെൻഷൻ പോകും, രോഗം പോകും, പിന്നെ ശക്തി വരും, ഈശോ നിറയും. ഭയങ്കര ഈ പരിശുദ്ധാത്മാവൊക്കെ ഉണ്ടല്ലോ, പരിശുദ്ധാത്മാവ് ഇങ്ങനെ മേളിൽ ഇങ്ങനെ അടിച്ച് ഇങ്ങനെ മേത്തോട്ട് കയറും. നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ശക്തി പ്രാപിക്കും. അങ്ങനെ കുറെ കാര്യങ്ങൾ സംഭവിക്കും. നമ്മളെല്ലാ ദിവസവും എല്ലാ ദിവസവും നമ്മള് ഈ കുഞ്ഞു നന്മ എന്തോ പരിശുദ്ധാത്മാവിന്റെ പാട്ട് പഠിച്ചിട്ടുണ്ട്. പാട്ട് പഠിക്കണം, പരിശുദ്ധാത്മാവിന്റെ പാട്ട് പഠിക്കണം. പരിശുദ്ധാത്മാവിന്റെ പാട്ട് നമ്മൾ പഠിക്കുന്ന അനുസരിച്ച് നമ്മുടെ ഉള്ളിലിരുന്ന് പരിശുദ്ധാത്മാവ് ഇങ്ങനെ കിടക്കുമായിരിക്കും, വിഷമിച്ച് കിടക്കുമായിരിക്കും. അയ്യോ എന്നെ വിളിച്ച് പറയാൻ ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ വിഷമിച്ചിരിക്കുക. അന്നേരത്തേനും ദാണ്ട സിയാമോൾ ഇങ്ങനെ പാട്ട് പാടുക, പരിശുദ്ധാത്മാവേ ജീവാത്മാവേ, അങ്ങനെ പാടുമ്പോഴേക്കുണ്ടല്ലോ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന പരിശുദ്ധാത്മാവ് ഇങ്ങനെ എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവ് ചാടി യെസ് ഇങ്ങനെ ശക്തി കൊടുക്കും, ഇങ്ങനെ ശക്തി കൊടുക്കുവാണ്. നമുക്ക് ഇങ്ങനെ ശക്തി കിട്ടും. അപ്പൊ നമ്മൾ ഭയങ്കര ശക്തി പ്രാപിക്കും. അപ്പൊ നമ്മളുണ്ടല്ലോ നമ്മളെല്ലാവരും ഇങ്ങനെ വചനം ഇങ്ങനെ പഠിക്കണം.
എല്ലാ ദിവസവും ഒരു വചനം വെച്ച് പഠിക്കണം. പഠിക്കുവോ? നമ്മുടെ കുഞ്ഞുനന്മാർക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ഇങ്ങനെ വചനങ്ങളൊക്കെ വരുമല്ലോ. അതെ, പഠിക്കണം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടല്ലോ, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ കേട്ടോ ചേട്ടനോട് ഒരു കാര്യം പറയുന്നു, എല്ലാരും കേട്ടെ, ശ്രദ്ധിച്ച് എന്നാ പറയുന്നത്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പില് എന്നാ എല്ലാ ദിവസവും ഓരോ വചനം ഇടുമല്ലോ, നമ്മളോരോ വചനം ഇടുമല്ലോ. ഈ വചനം നിങ്ങൾ പഠിക്കണം. ഒരു വചനം വെച്ച് എല്ലാ ദിവസവും ഇടുന്നുണ്ട്. ഈ വചനം നിങ്ങൾ പഠിക്കണം. എല്ലാ ദിവസവും ഒരു വചനമുണ്ട്. ആ വചനം ഇങ്ങനെ എഴുതി എടുത്തിട്ട് ഇങ്ങനെ പഠിക്കണം. എല്ലാ ദിവസവും പഠിക്കണം. എന്നിട്ട് ഇങ്ങനെ എല്ലാ ദിവസവും ഒരു വചനം വെച്ച് പഠിക്കുക. എന്നിട്ട് നമ്മൾ 2 ആഴ്ച കഴിഞ്ഞ് വാട്സപ്പ് ഗ്രൂപ്പിൽ ക്വിസ് വരും, ഒരു ലിങ്ക് വരും. ആ ലിങ്കിനകത്ത് കയറി ക്വിസ് ഒക്കെ അറ്റൻഡ് ചെയ്യണം. ക്വിസ് അറ്റൻഡ് ചെയ്തിട്ട് എത്രമാത്രം വചനം പഠിച്ചത്. അപ്പൊ ചിലപ്പം ഇന്ന് ഈ ആഴ്ച 7 ദിവസം ഉണ്ടല്ലോ, 7 ദിവസം കൊണ്ട് 7 വചനം. അടുത്ത ആഴ്ച 7 ദിവസം കൊണ്ട് അടുത്ത 7 വചനം. അപ്പൊ അടുത്ത 2 ആഴ്ച കഴിഞ്ഞ് കുഞ്ഞു നന്മത്ത് വരും. എത്ര വചനം പഠിക്കണം നമ്മള്? 7 7 14 വചനം പഠിച്ച് വേണം അടുത്ത കുഞ്ഞു നന്മ മീറ്റിംഗ് വരാൻ വേണ്ടി. അതിനു മുമ്പ് ക്വിസ് ഒക്കെ ഉണ്ട്. ആ ക്വിസ് ഒക്കെ അറ്റൻഡ് ചെയ്യണം. നമ്മൾ എല്ലാ ദിവസവും നമ്മൾ വചനം പഠിക്കും. എല്ലാ ദിവസവും നമ്മൾ വചനം പഠിക്കുവാണെങ്കിൽ നമ്മൾ ക്ലാസ്സിലോട്ടൊക്കെ പോകുമ്പോണ്ടല്ലോ. ഇപ്പൊ സിയെ എങ്ങനെ ക്ലാസ്സിലേക്ക് പോവാ, വചനമൊക്കെ പഠിച്ച് ക്ലാസ്സിൽ പോകുന്ന വിചാരിച്ചു. സിയെ എങ്ങനെ ക്ലാസ്സിൽ പോകുന്ന വഴിക്ക് ഇങ്ങനെ നടക്കുന്ന വഴിക്ക് ഇങ്ങനെ സിയുടെ കൂടെ ആരാ നടക്കുന്നേ? സിയുടെ കൂടെ ഇങ്ങനെ ആരാ നടക്കും? അതാരത്? ഈശോ ഇങ്ങനെ നടക്കും. സിയുടെ കൂടെ ഇങ്ങനെ ഈശോ നടക്കും. ഈശോ ഇങ്ങനെ സിയുടെ കൂടെ ഉണ്ടായി. അപ്പൊ സിയ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഈശോ ഇങ്ങനെ നിൽക്കുക. സിയുടെ കൂട്ടുകാർ സിയുടെ അടുത്ത് വരുമ്പം സിയുടെ അകത്ത് വചനം ഉണ്ടെങ്കിൽ സിയുടെ കൂടെ ഈശോ ഉണ്ട്. അപ്പൊ സിയുടെ അടുത്ത് വരുന്ന ആൾക്കാരൊക്കെ ഈശോ ഇങ്ങനെ തൊടും. അപ്പൊ സിയക്ക് വിഷമം വരുന്ന സമയത്ത് സിയക്ക് ഈശോ പറഞ്ഞു തരും, ഭയപ്പെടേണ്ട പറഞ്ഞു തരും. അപ്പൊ സിയക്ക് എന്നെ വിഷമം പോയി. സിയ ഇങ്ങനെ പേടി വരുന്ന സമയത്ത് ഈശോ എന്ന് പറയും, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടി ഉണ്ടെന്ന് പറയും. അപ്പൊ സിയയുടെ പേടി പോകും. സിയക്ക് ഇങ്ങനെ ടെൻഷൻ വരുന്ന സമയത്ത് ഈശോ എന്ന് വചനം പറയും, ഹൃദയം അസ്വസ്ഥമാകേണ്ട എന്ന് പറയും. അപ്പോഴേക്ക് സിയക്ക് പിന്നെ അസ്വസ്ഥതയില്ല. അപ്പൊ അങ്ങനെ നമ്മൾ എല്ലാ ദിവസവും വചനം പഠിക്കുവോ? എല്ലാ ദിവസവും നമ്മൾ വചനം പഠിക്കണം. ഇന്ന് തൊട്ട് നമ്മൾ വചനം പഠിക്കാൻ തുടങ്ങുവാണേ. അപ്പൊ ഇനി നമ്മൾ ബ്രേക്ക്ഔട്ട് റൂമിലേക്കൊക്കെ പോവേ. അപ്പൊ നിങ്ങൾ അവിടെ കൂടുതൽ വചനം പഠിക്കാൻ കേൾക്കും കേട്ടോ. അപ്പൊ എല്ലാരും പഠിക്കണം കേട്ടോ. എല്ലാരും ലൈക്ക് ഇട്ടേ. പഠിക്കുമോ? ലൈക്ക് ഇട്ടേ. ലൈക്ക്. അപ്പൊ മീൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെ കൈയൊക്കെ കാണിച്ചാ കേട്ടോ. ഇവാട്രീസ് ആണ് 14 വചനം പഠിക്കും. നമുക്ക് എല്ലാവർക്കും വചനം പഠിച്ചു വരണം കേട്ടോ. അടുത്ത ആഴ്ച കേട്ടോ. സൂപ്പർ. എല്ലാ വചനം പഠിച്ചു വരണം കേട്ടോ. ഇന്ന് തൊട്ട് എല്ലാ ദിവസവും പഠിക്കണം കേട്ടോ.